ഗൈസ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണത് നോക്കിയ 150 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് 150യുടെ പുതിയ മോഡലാണ്. 150 നമുക്കറിയാലോ, പണ്ട് തൊട്ടേ നോക്കിയക്ക് 150 എന്ന് പറഞ്ഞ ഓരോ ഫോണുകൾ ഇറക്കാറുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് ഇത്. ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2.4 ഇഞ്ച് ഡിസ്പ്ലേ, ക്യാമറ ഉണ്ട്, ഫ്ലാഷ് ഉണ്ട്, FM റേഡിയോ ഉണ്ട്. അതുപോലെ തന്നെ 1450 mAh ബാറ്ററിയാണ് വരുന്നത്. 3.5 mm ഓഡിയോ ജാക്കും ഉണ്ട്. റെഡ്, ബ്ലാക്ക് ഈ രണ്ട് കളറിലാണ് ഇത് വരുന്നത്. ഇവിടെ ഒരു വർഷം വാറണ്ടി എന്ന് എഴുതിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ് വരുന്നത്. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ഫോൺ മാറി പുതിയ ഫോൺ തരും, റിപ്പയറിംഗ് അല്ല. ഈ ഒരു കവർ മാറ്റി ഇങ്ങനെ ഒരു കവർ ഉണ്ട്. ഇതിന്റെയും ബാക്കിൽ ആ സെയിം ടൈപ്പിലാണ് എഴുതിയേക്കണത്. മെമ്മറി കാർഡ് സപ്പോർട്ട് ഉണ്ട്. മെമ്മറി കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് MicroSD 32 GB വരെ സപ്പോർട്ട് ചെയ്യും. നമുക്ക് ഇനി ഒരു സീല് പൊട്ടിച്ച് നോക്കാം. ഓരോ പ്രാവശ്യം 150 ഇറക്കുമ്പോഴും ഓരോ മോഡലിലായിരിക്കും ഡിസൈൻ വ്യത്യാസം ഉണ്ടാവും. ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഡിസൈൻ ഇതാണ്. ഇങ്ങനെ ഒരു കവറിൻ്റെ ഉള്ളിലാണ് ഫോൺ ഇരിക്കണത്. ഇതിൻ്റെ ഉള്ളിൽ പുറത്തെടുക്കാം. ഒരു നല്ലൊരു ഫീല് നമുക്ക് കിട്ടും ഈ ഒരു ഫോൺ കയ്യിലെടുത്ത് കഴിയുമ്പോൾ. നിങ്ങൾക്കത് വീഡിയോയിൽ കാണുമ്പോൾ എത്ര ഫീല് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത് സ്പീക്കർ, ക്യാമറ, ഫ്ലാഷ്, അടിയിലൊരു മൈക്കിൻ്റെ ഹോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഒരു ചാർജിങ് പോർട്ട്, പിന്നെ ഹെഡ്ഫോൺ ജാക്ക്. ഇതിൻ്റെ അടിയിൽ ഇനി എന്താ ഉള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ഗൈഡിൻ്റെ ഒരു പേപ്പർ കാണാം. പിന്നെ ചാർജറും ബാറ്ററിയും. ഫീച്ചർ ഫോണിൽ ഒട്ടുമിക്ക എല്ലാവരും ബാറ്ററി സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പാക്കറ്റിലായിരിക്കും വരുന്നത്. ഫോണിൻ്റെ ഉള്ളിൽ ഇട്ട് വരുന്നുണ്ടാവില്ല. ചാർജർ സാധാരണ നോക്കിയുടെ ചാർജർ. ഇതാണ് ഇതിൻ്റെ ബാറ്ററി. ഈ ഒരു സൈഡിലുള്ള ഗ്യാപ്പിൽ പിടിച്ച് ഒന്ന് പൊക്കി കഴിഞ്ഞാൽ ലോക്ക് വിട്ട് പോരും. ഇതിൽ 2 സിമ്മും ഒരു MicroSDയും സപ്പോർട്ട് ചെയ്യും. വലിയ ടൈപ്പ് സിമ്മാണ്. ചെറുതും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റും. കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണമെന്ന് മാത്രം. ഈ ബാറ്ററി റെഡ് ഈ ഒരു പാനൽ വെച്ച് പ്രസ് ചെയ്താൽ മതി. എല്ലാ ലോക്കും വീഴണം. അപ്പം എല്ലാ സൈഡിലും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോക്ക് ആയിക്കോളും. ഇനി നമുക്ക് പവർ ബട്ടൺ ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ ഓണായി വരും. ഇപ്പം നോക്കിയ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ബട്ടൺസ് ഒക്കെ അത്യാവശ്യം പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ പ്രായമുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ സുഖമായിരിക്കും. ബാക്കി ഫങ്ഷൻസ് ഒക്കെ പഴയ നോക്കിയയുടെ ഫോൺ ആ പഴയ ഒരു സെറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഒരു മാറ്റവും ഇല്ല. ഈ ഡിസൈനിൽ മാത്രമാണ് മാറ്റം വരുന്നത്. മെനു എടുത്താലും എല്ലാം അതേപോലെ തന്നെ. ഇപ്പൊ ക്യാമറയിൽ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ SD കാർഡ് ഇടണം. ഫോണിൽ മെമ്മറി ഇല്ലാത്തതുകൊണ്ട് സ്റ്റോർ ആവില്ല, നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഗോ ടു മെനു ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് വെക്കാം സെറ്റിങ്സ്. അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റ്, അത്യാവശ്യം ഒരു ടേബിളിലൊക്കെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇരുട്ടത്ത് നോക്കാനൊക്കെ പറ്റും. ഇത്രയൊക്കെയാണ് ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഡിസൈൻ തന്നെയാണ്. പിടിക്കുമ്പോൾ തന്നെ ഒരു ഫീൽ ഉണ്ട്. ഇതിന്റെ നല്ല സൗണ്ട് ഒക്കെയാണെന്നാണ് നോക്കിയ പറയണത്. ബാക്കിയുള്ള ഫോണുകളെ കമ്പയർ ചെയ്യുമ്പോൾ സൗണ്ട് അത്യാവശ്യം നല്ല ലൗഡാണെന്ന് പറയുന്നുണ്ട്. സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ ഓപ്ഷനും ഉണ്ട്, അല്ലെങ്കിൽ പവർ ബട്ടൺ ഞെക്കി പിടിച്ചാലും സ്വിച്ച് ഓഫ് ആവും. ഇത്രയ്ക്കൊക്കെയാണ് ഉള്ളത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.